ക്ഷേത്രങ്ങൾ വെറും ആരാധനാലയങ്ങൾക്കപ്പുറം പോസിറ്റീവ് ഊർജ്ജത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഈ ഊർജ്ജം എന്താണ്? അത് എങ്ങനെ നമ്മെ സ്വാധീനിക്കുന്നു? എങ്ങനെ അത് സ്വീകരിക്കാം? ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രഹസ്യം. ക്ഷേത്രങ്ങൾ സാധാരണയായി ഭൂമിയുടെ കാന്തിക തരംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന വിഗ്രഹം പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ഗർഭഗൃഹം ആണ് ക്ഷേത്രത്തിലെ പ്രധാന ഊർജ്ജ കേന്ദ്രം. താന്ത്രിക വൃത്തിപ്രകാരമുള്ള ചൈതന്യം വഴി ഈ വിഗ്രഹം ഊർജ്ജത്തെ സ്വീകരിക്കാനും വികിരണം ചെയ്യാനും കഴിവുള്ള ഒന്നായി മാറുന്നു. ലോഹങ്ങളുടെയും കല്ലുകളുടെയും പങ്ക്. വിഗ്രഹങ്ങളും തറയും കലശങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെമ്പ്, സ്വർണം, കല്ലുകൾ എന്നിവ ഊർജ്ജത്തിന്റെ മികച്ച വാഹകരാണ്. ക്ഷേത്ര ദർശനത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളുടെ ഉത്തേജനം. ക്ഷേത്രത്തിലെ ഓരോ കാര്യവും നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാനും ഉണർത്താനും സഹായിക്കുന്നു. അതില് കാഴ്ച, ശ്രീകോവിലിലെ ദീപപ്രഭയും വിഗ്രഹരൂപവും. കേൾവി, മണിനാദം, മന്ത്രധ്വനി, ശംഖനാദം എന്നിവയുടെ താളത്തിലുള്ള പ്രകമ്പനം മനസ്സിനെ ശാന്തമാക്കുന്നു. മണം, കർപ്പൂരം, ചന്ദനം, കളഭം, പൂക്കൾ എന്നിവയുടെ ഗന്ധം നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നു. സ്വാദ്, തീർത്ഥജലം, പ്രസാദം എന്നിവയുടെ ശുദ്ധിയുള്ള സ്വാദ്. സ്പർശം, ചെരുപ്പില്ലാതെ തണുത്ത തറയിൽ നടക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും ഭൂമിയുടെ ഊർജ്ജവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു. ക്ഷേത്ര ഊർജ്ജം എങ്ങനെ സ്വീകരിക്കാം? ശരിയായ ഒരുക്കങ്ങൾ. ക്ഷേത്രത്തെ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുക. കഴിയുമെങ്കിൽ ഈവനോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഊർജ്ജം വേഗത്തിൽ സ്വീകരിക്കാൻ സഹായിക്കും. മനസ്സ് ശാന്തമാക്കുക. ഭൗതിക ചിന്തകളെ ഒഴിവാക്കി ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗർഭഗൃഹത്തിൽ ശ്രദ്ധിക്കുക. വിഗ്രഹത്തെ കുറച്ചു നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെയുള്ള ശക്തിയെയും ചൈതന്യത്തെയും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രദക്ഷിണത്തിലും പോസിറ്റീവ് ഊർജ്ജം ശരീരം വലിച്ചെടുക്കുന്നു. ശാന്തമായി ഇരിക്കുക. തിരക്കില്ലാത്ത ഒരിടത്ത് കുറച്ചു സമയം കണ്ണടച്ച് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തത് ക്ഷേത്രത്തിലെ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിൽ സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും.